ബി.ജെ.പിയിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എത്തി അംഗത്വം സ്വീകരിച്ചവർക്ക് നേരെ ഭീഷണിയെന്ന് പരാതി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 3 ആറ്റിങ്ങൽ മാമത്ത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ എസ് സുരേന്ദ്രൻ നയിച്ച പദയാത്രയിൽ വെച്ച് പാർട്ടി അംഗത്വം സ്വീകരിച്ച കിഴുവിലം സ്വദേശികളായ മുസ്ലിം യൂത്ത് ലീഗ് മുൻ പ്രവർത്തകൻ നൌഷാദ്, CPM മുൻ പ്രവർത്തകൻ നുജൂം, കോൺഗ്രസ് മുൻ പ്രവർത്തകൻ എന്നിവർക്ക് നേരെയാണ് ഭീഷണി ഉയർത്തുന്നതായി പറയുന്നത്. കൂടാതെ ഇവരുടെ ഉപജീവന മാർഗങ്ങൾ തടസ്സപ്പെടുത്തുന്നതായും ഭക്ഷണ സാധനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതായും ചിറയൻകീഴിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഇക്കഴിഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്ര മാമത്ത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ പദയാത്ര മാമത്തെത്തിയ സമയത്ത് ആ മാമം മൈതാനത്ത് നടന്ന പൊതുപരിപാടിയിൽ സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ മുൻ കേന്ദ്രമന്ത്രി, കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി സഹമന്ത്രി ശ്രീ വി മുരളീധരൻജി, കുമ്മനം രാജശേഖരൻജി, MP രമേശ്ജി തുടങ്ങി വിവിധ നേതാക്കൾ ഉൾപ്പെടെ ഉള്ള വേദിയിൽ ബി.ജെ.പിയിലേക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ കടന്നു വരികയും അതോടൊപ്പം അന്ന് പാർട്ടിയിൽ 1000-ഓളം പേർ പുതുതായിട്ട് പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ കിഴുവിലം ഗ്രാമപഞ്ചായത്ത് MES ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് മുസ്ലിം ലീഗിൻ്റെ മുൻ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റും അതുപോലെ ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റുമായിരുന്ന നൌഷാദ്, അതുപോലെ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന ഹുസൈൻ, CPMൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന നുജൂം, നിരവധി പേര് പാർട്ടിയിലേക്ക് കടന്നു വരികയും ബി.ജെ.പിയുടെ അംഗത്വം ഈ മുതിർന്ന നേതാക്കളുടെ ആരാധനയായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന പദ്ധതികളിലും വികസന പ്രവർത്തനങ്ങളിലും ആകൃഷ്ടരായി. അതുപോലെ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻജി ഈ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിനകത്ത് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിൻ്റെയൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പാർട്ടിയിലേക്ക് കടന്നു വരികയും ചെയ്ത നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഈ വ്യക്തികൾ അപ്പം അന്ന് രാത്രി തന്നെ ബി.ജെ.പിയിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ, ഭാരതം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അംഗങ്ങളായതിൻ്റെ പേരിൽ അന്ന് രാത്രി AKG സെന്ററിൽ നിന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കോൾ വരികയും ഈ പ്രസ്ഥാനത്തു നിന്നും 7 ദിവസത്തിനകം നിങ്ങൾ രാജിവെച്ച് തിരികെ പോകണം, ഇല്ലെങ്കിൽ നിങ്ങളെ തല വെട്ടി പൊതുജന മധ്യത്തിൽ പ്രദർശിപ്പിക്കും എന്നുള്ള ഒരു ഭീഷണി. നമ്മുടെ കേരള സംസ്ഥാനത്താണ് ഈ MES ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാൻ, ഒരു വർഗീയ കലാപം നടത്താനുള്ള ഗൂഢാലോചന നടത്തുകയും അതുപോലെ ഈ പ്രദേശത്ത് ഇല്ലാത്ത മറ്റ് പ്രദേശത്ത് ഉള്ള വാഹനങ്ങൾ രാത്രി കാലങ്ങളിൽ ഈ MES ബ്ലോക്കിൽ നമ്മുടെ ഈ പ്രവർത്തകരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് രാത്രി കാലങ്ങളിൽ വരികയും അപ്പോൾ ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും കൊലപ്പെടുത്തും, വധിക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു ഭീഷണി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്ത് ഇവർ പാല് മേടിക്കുന്ന വീടുകളിൽ പോലും ഇന്ന് അവർക്ക് പാല് കൊടുക്കാത്ത അവസ്ഥയാണ്. ആ വീടുകളിൽ പോയിട്ട് അവർക്ക് പാല് കൊടുക്കരുത് എന്നുള്ള തരത്തിൽ ആ ഭീഷണിപ്പെടുത്തി ആ വീട്ടുടമസ്ഥരെ കൊണ്ട് ഈ പാല് കൊടുക്കുന്നത് പോലും നിരോധിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു ആൾ ക്ഷീര കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ പശു കറവയിൽ നിന്ന് പാല് വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത്. അവിടുന്ന് പാല് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ മൊത്തത്തിൽ പറഞ്ഞ് അവിടുന്ന് പാല് മേടിക്കരുത് എന്നുള്ള തരത്തിലേക്ക് പറഞ്ഞു. ഒരു ചായക്കടയിൽ ചെന്നാൽ ഇവർക്ക് ചായ കൊടുക്കരുത് എന്നുള്ള തരത്തിലേക്ക് പറഞ്ഞു. ഇവർക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നതിനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് കേരളത്തിലാണ് നടക്കുന്നത്. നമ്മുടെ കേരള സംസ്ഥാനത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വർഗീയവാദികളുടെ ഒരു ഭീഷണി. ആ ഭീഷണിക്കെതിരെയാണ് നമ്മളിന്ന് ഈ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മളിതിനെ ചെറുക്കണം എന്നുള്ള ഒരു തരത്തിൽ നമ്മുടെ ആറ്റിങ്ങൽ DSPക്ക് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചിറയൻകീഴ് CI ഞങ്ങളെ വിളിപ്പിച്ചു. രാത്രി 11:30 മണിയോടുകൂടി ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നു, മൊഴി രേഖപ്പെടുത്തി ആ കേസെടുത്ത് ഈ തീവ്രവാദ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ പേരുൾപ്പെടെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത് പുറകിലടയ്ക്കണമെന്നുള്ള ഒരു കാര്യം ഞങ്ങളിവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഇവിടുത്തെ CPMൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കുറച്ച് പേര് ഇതിലുള്ളതിനാൽ
പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ കേസ് കൊടുത്തതിന്റെ പിറ്റേന്നും നമ്പർ ഉൾപ്പെടെ വെച്ചിട്ടാണ് കേസ് കൊടുത്തത്. കേസ് കൊടുത്തതിന്റെ പിറ്റേന്ന് രാത്രിയും വിളിച്ചു. 7 ദിവസത്തിൽ ഇനി 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, അത് 4 ദിവസത്തിനകത്ത് നീ മാറിയില്ലെങ്കിൽ നിന്നെ വധിക്കുമെന്നുള്ള തരത്തിൽ ഈ നൗഷാദ്ജിയെയും അതുപോലെ ഹുസൈൻജി ഇവരെയൊക്കെ വിളിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള തരത്തിലുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ കേന്ദ്ര NIA അന്വേഷണത്തിന് വേണ്ടി നമ്മൾ അതിന് പരാതി കൊടുക്കും. അതുപോലെ കേന്ദ്ര ന്യൂനപക്ഷ കാര്യ വകുപ്പിൽ നിന്നുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ടും നമ്മൾ പരാതി കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള പരാതികളൊക്കെ ഞങ്ങൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിധ്വംസ ശക്തികളെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന ഈ വർഗീയവാദികളെ നമ്മുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മാത്രമാണ് എനിക്ക് ഈ പത്രസമ്മേളനത്തിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളടുത്തൊക്കെ ഇതൊരു നല്ലൊരു വാർത്തയാക്കി കൊടുക്കണമെന്നുള്ള തരത്തിൽ ഞാൻ മാധ്യമ സുഹൃത്തുക്കളടുത്ത് റിക്വസ്റ്റായിട്ട് ഞാൻ പറയുകയാണ്. നമ്മളെ തൊട്ടടുത്ത് നടക്കുന്ന സംഭവമാണ്. നമുക്ക് ഇറങ്ങി നടന്ന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാലും ഇവിടെ എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യണം. CPM-നായാലും കോൺഗ്രസിനായാലും മുസ്ലിം ലീഗിനായാലും BJP-ക്കായാലും ഇവിടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള തീവ്രവാദികളുടെ ഭീഷണിക്ക് വഴങ്ങി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിച്ചു പോകാൻ എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്കുണ്ട്. അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. BJP കടക്കാവൂർ മേഖലാ പ്രസിഡന്റ് പൂവണത്തുമൂട് ബിജു, ജനറൽ സെക്രട്ടറിമാരായ അയിലം അജി, M വിജയകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് പരുത്തി ബാബു, അനീഷ് P, രതീഷ്, വക്കം സുനിൽ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. Arabian Fashion Jewelry, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.